ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? നല്ല പഴുത്ത നേന്ത്രപ്പഴം വെച്ച് 3 നാടൻ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോണത്. 3 നേന്ത്രപ്പഴം എടുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന്റെ തൊലി കളഞ്ഞ് എടുത്തിട്ട് വരാം. നടുവേ മുറിച്ചിട്ട് ഇതിന്റെ ഉള്ളിലുള്ള ആ കറുത്ത ഭാഗമില്ലേ, അതൊന്ന് കളഞ്ഞെടുക്കണം. ഇതുപോലെ ഈ കറുത്ത് വരുന്നില്ല, അത് നമുക്കൊന്ന് കളഞ്ഞെടുക്കാം. എല്ലാ പഴത്തിലെ കറുത്ത ഭാഗമൊക്കെ എടുത്ത് കളഞ്ഞു കൂട്ടാം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാണ്ട് അരച്ചാൽ മതി. അരച്ച പഴത്തിൻ്റെ മിക്സ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. വേറെ ഒരു ബൗളിലേക്ക് 1 കപ്പ് ഫൈൻ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. ഈ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്ക്ക് പകരം വെളിച്ചെണ്ണയായാലും ഉപയോഗിക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. മാവ് ഒന്ന് നനഞ്ഞ് മാത്രം കിട്ടിയാൽ മതി. കുറേശ്ശെ വെള്ളം ചേർക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി നമ്മൾ അരച്ച് വെച്ചേക്കണ പഴത്തിൻ്റെ മിക്സ് ചേർക്കാം. പഴത്തിൻ്റെ മിക്സ് 1/4 ഭാഗം ചേർത്തിട്ടുള്ളൂ. കുഴച്ചതിന് ശേഷം നമുക്ക് നോക്കാം. കൈ വെച്ച് തന്നെ കുഴച്ചെടുക്കാൻ. പഴത്തിൻ്റെ മിക്സ് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല സോഫ്റ്റ് ഡോ ആക്കി കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കുഴയ്ക്കുമ്പോൾ ഇപ്പോൾ പഴത്തിൻ്റെ മിക്സ് കൂടിപ്പോയി എന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്തോളൂ. അല്ലെങ്കിൽ വല്ലാണ്ട് ടൈറ്റ് ആകുകയെന്നുണ്ടെങ്കിൽ പഴത്തിൻ്റെ മിക്സ് കുറച്ച് ചേർത്തോളൂ. ബാക്കി പഴത്തിൻ്റെ മിക്സ് ഇത്ര ഉണ്ട്, നമുക്കിത് ആവശ്യം വരും മാറ്റി വയ്ക്കാം. ഈ ഒരു ബേസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ 3 റെസിപ്പി റെഡിയാക്കാൻ പോണേ. ഇതിന്ന് കുറച്ചെടുത്ത് നൂൽപുട്ടിൻ്റെ അച്ചിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൽ ഞാൻ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റീമറിൽ ഇല വെച്ച് കൊടുക്കുന്നുണ്ട്. ഇലയിൽ കുറച്ച് നെയ്യ് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് പിഴിയാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് നാളികേരം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒന്നും കൂടി പിഴിഞ്ഞെടുക്കാം. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിൽ ഒരു ഇല വെക്കുന്നുണ്ട്. 10 മിനിറ്റ് വേവിച്ചെടുക്കാം. നൂൽപുട്ട് ആവുമ്പോഴേക്കും ബാക്കിയുള്ള പഴത്തിൻ്റെ മിക്സിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി. ഇതിലേക്ക് 1/4 കപ്പ് ചെറിയ നാളികേരം ചേർക്കാം. ഇതെല്ലാം മിക്സ് ചെയ്യും. ഇത് മിക്സ് ചെയ്തു. ഇനി ഇത് മാറ്റി വയ്ക്കാം. നമ്മൾ ബാക്കി വെച്ച മാവ് ഒന്ന് കുഴച്ചെടുക്കാം. മാവിൽ നിന്ന് കുറച്ചെടുക്കാം. ഇനി നമുക്ക് കൈ വെച്ച് തന്നെ നല്ലോണം ഒന്ന് പരത്തി കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന മിക്സിൽ നിന്ന് കുറച്ച് വയ്ക്കാം. കൊഴുക്കട്ടയ്ക്ക് പോലെ നല്ലോണം അമർത്തി അടയ്ക്കുക. ഫില്ലിങ് ഉള്ളിൽ വെച്ചിട്ട് ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെ റൗണ്ടാക്കി എടുക്കുക. ഇങ്ങനെ നമ്മൾ 2 എണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു ഇല എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബാക്കിയുള്ള മാവ് കുറച്ചെടുക്കാം. ഒന്ന് പരത്തി കൊടുക്കുക. പരത്തുമ്പോൾ കയ്യിൽ കുറേശ്ശെ വെള്ളം തൊട്ടിട്ട് പരത്തിക്കോളൂ കേട്ടോ. അപ്പോൾ കനം കുറച്ച് പരത്തി എടുക്കാൻ പറ്റും. നമ്മൾ റെഡിയാക്കി വെച്ചേക്കണേ ഫില്ലിങ്ങിന് കുറച്ച് എടുത്ത് വയ്ക്കാം. ഒരു സൗണ്ട് വരുന്നില്ലേ, കട കട കടാന്നിച്ചിട്ട്, അത് നൂൽപ്പെട്ട് വേവണേൻ്റെ ആ സൗണ്ടാണ് കേട്ടോ. ആ പാത്രം തമ്മിൽ ഇടിക്കുന്നതിൻ്റെ സൗണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിത് മടക്കാം. മടക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരെണ്ണം കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാം. നൂൽപ്പെട്ട് റെഡിയായി ഉണ്ടാവും. നമുക്ക് മാറ്റാം. സ്റ്റീമറിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ അട വയ്ക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കൊഴുക്കട്ട വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് സ്റ്റീം ചെയ്തെടുക്കാം. അതേപോലെ തന്നെ 10 മിനിറ്റ് വേവിച്ചെടുക്കാം. കൊഴുക്കട്ടയും അടയായി ഉണ്ടാവും കേട്ടോ. തുറക്കാം. 3 റെസിപ്പി നമ്മൾ റെഡിയാക്കി എടുത്തു കേട്ടോ. നാടൻ റെസിപ്പി എന്ന് പറഞ്ഞാൽ പൊതുവേ നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. 2 പഴം 1 മിക്സും വെച്ച് നമുക്ക് ഇതുപോലെ നാടൻ റെസിപ്പീസൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.